കേരളത്തിലെ സർവകലാശാലകളുടെ വിസിമാരുടെ നിയമനത്തിൽ അമിതമായ താല്പര്യമാണ് കഴിഞ്ഞ വർഷങ്ങളായിട്ട് CPM ഭരിക്കുന്ന പ്രത്യേകിച്ച് പിണറായി ഗവൺമെൻറ് എടുത്തു വരുന്നത്. വളരെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, വൈസ് ചാൻസലർമാരുടെ നിയമനം കോടതി നടത്തുന്ന ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് കേരളം എത്തിയിരിക്കുകയാണ്. വൈസ് ചാൻസലർമാരെ നിയമിക്കാനോ നിർദ്ദേശിക്കുവാനോ ഉള്ള അധികാരം സെർച്ച് കമ്മിറ്റിക്ക് ഗവർണർക്ക് മാത്രം നിക്ഷിപ്തമായിട്ടുള്ളതാണ്. UGC മെമ്പറില്ലാത്ത ഒരു കമ്മിറ്റി സെർച്ച് കമ്മിറ്റിയായിട്ട് രൂപീകരിച്ചാൽ നാളെ UGC റെഗുലേഷൻ എന്താണ് വിലയുള്ളത്? ഡിജിറ്റൽ സർവകലാശാല എന്ന് പറയുന്നത് ഊരാളുങ്കൽ മോഡലിലുള്ള ഒരു ഏജൻസിയാണ്. നമസ്കാരം. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VCമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപാണ് മന്ത്രിമാരായ R ബിന്ദുവും രാജീവും ഉൾപ്പെടെയുള്ള സംഘം ഗവർണറുമായുള്ള ചർച്ച നടത്തിയത്. എന്നാൽ ഈ ചർച്ച പരാജയപ്പെടുന്നു. എന്തായാലും ഈ ഒരു ഗവർണറുടെയും സർക്കാരിൻ്റെയും നിലപാടുകളിൽ മാറ്റമില്ലാതെ തുടരുകയാണ്. അതേസമയം തന്നെ ഡോക്ടർ സിസ തോമസിൻ്റെ കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വൈരുദ്ധ്യമായ നിലപാട് ഉള്ളത്? നിരവധി ചോദ്യങ്ങളാണ് ഈ ഒരു ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VC നിയമനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ ചെയർമാനായ ശ്രീ RS ശശികുമാർ. കേരളത്തിലെ സർവകലാശാലകളുടെ VCമാരുടെ നിയമനത്തിൽ അമിതമായ താല്പര്യമാണ് കഴിഞ്ഞ വർഷങ്ങളായിട്ട് CPM ഭരിക്കുന്ന പ്രത്യേകിച്ച് പിണറായി ഗവൺമെൻറ് എടുത്തു വരുന്നത്. അതിന് വ്യത്യസ്തമായ ചില നിലപാടുകൾ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഭാഗത്ത് ഉണ്ടായപ്പോഴാണ് ഗവൺമെൻറ്റും ഗവർണറും തമ്മിലുള്ള തർക്കത്തിന് തുടക്കം കുറിച്ചത്. ഇപ്പോൾ വളരെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, വൈസ് ചാൻസലർമാരുടെ നിയമനം കോടതി നടത്തുന്ന ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് കേരളം എത്തിയിരിക്കുകയാണ്. യൂണിവേഴ്സിറ്റി VCമാരുടെ നിയമനം പ്യുവർ അക്കാഡമിക്കാണ്. ആ നിയമനങ്ങൾ ഇന്നലെ വരെകളിൽ ഗവർണറാണ് നടത്തിയിട്ടുള്ളത്. സർവകലാശാല നിയമവും UGC നിയമവും അനുസരിച്ച് മാത്രമേ വൈസ് ചാൻസലർമാരുടെ നിയമനങ്ങൾ നടന്നിട്ടുള്ളൂ. ഇപ്പോൾ ആ പാർലമെൻറ്റ് പാസ്സാക്കിയ അതേപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് പാസ്സാക്കിയ നിയമങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ട് സുപ്രീം കോടതി ഇതിലൊരു തീരുമാനമെടുക്കട്ടെ എന്നുള്ള നിലപാട് കൈക്കൊണ്ടിരിക്കുന്നത് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ടു വന്ന കേരളത്തിൻ്റെ സംസ്ഥാന ഗവൺമെൻറ്റാണ്. ഒരിക്കലും അങ്ങനൊരു നിർദ്ദേശം ഈ സംസ്ഥാന ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലായിരുന്നു. ഇപ്പോൾ സുപ്രീം കോടതി സമവായ ചർച്ചകളിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഗവൺമെൻറ്റും ഗവർണറും തമ്മിൽ സമവായത്തിലെത്തി VCയെ നിയമിക്കണം. അങ്ങനെ സമവായത്തിലെത്തിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ VCയെ നിയമിക്കുമെന്ന് പറയേണ്ട ഒരു അവസ്ഥാവിശേഷം ഇന്ന് നമ്മുടെ രാജ്യത്ത് നിലവരികയാണ്. വളരെ അപകടകരമാണ്. വൈസ് ചാൻസലറെ നിയമിക്കാനോ നിർദ്ദേശിക്കുവാനോ ഉള്ള അധികാരം സെർച്ച് കമ്മിറ്റിക്ക് ഗവർണർക്ക് മാത്രം നിക്ഷിപ്തമായിട്ടുള്ളതാണ്. ഞാനിത് പറഞ്ഞു വരുന്നത് ഈ അടുത്ത കാലത്ത് നടന്ന ഇപ്പോൾ കേരള ഈ വിവാദമായിരിക്കുന്നത് ഡിജിറ്റൽ സർവകലാശാലയിലെയും അതോടൊപ്പം തന്നെ സാങ്കേതിക സർവകലാശാലയിലെയും നിയമനങ്ങളാണ്. ഈ രണ്ട് നിയമനങ്ങളാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലെത്തിയിരിക്കുന്നത്. നമ്മുടെ ഈ വ്യവസ്ഥ അനുസരിച്ച് സർവകലാശാല VCമാരുടെ നിയമനങ്ങളിൽ ഗവൺമെൻറ് ഇടപെടാൻ പാടില്ല എന്ന് കണ്ണൂർ സർവകലാശാലയിലെ VCയായി നിയമിച്ചിരുന്ന നിയമനം അസാധുവാക്കപ്പെട്ട ഗോപിനാഥ് രവീന്ദ്രൻ്റെ കേസിൽ സുപ്രീം കോടതി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. 3 അംഗ ബെഞ്ചാണ് പറഞ്ഞിട്ടുള്ളത്. അന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു സജീവ് ഗോപിനാഥിന് പുനർനിയമനം കൊടുക്കണമെന്ന് ഗവർണറോട് ആവശ്യപ്പെട്ടു. ആ ശുപാർശ ചെയ്തത് സർവകലാശാല ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്നുള്ളതിൻ്റെ പേരിലാണ് റദ്ദാക്കപ്പെട്ടിട്ടുള്ളത്. അതേപോലെ തന്നെ MS രാജശ്രീ സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലറായിരുന്നു. ആ സെർച്ച് കമ്മിറ്റിയിൽ ചീഫ് സെക്രട്ടറി കമ്മിറ്റി മെമ്പറായിരുന്നു, കൺവീനറായിരുന്നു. അങ്ങനെ അക്കാഡമിഷ്യൻ അല്ലാത്ത ഒരാൾ ചെയർമാൻ ആയിരിക്കാൻ പാടില്ല എന്നുള്ള UGC നിയമം ചൂണ്ടിക്കാട്ടിയാണ് രാജശ്രീയുടെ നിയമനം സുപ്രീം കോടതി റദ്ദാക്കിയത്. അതോടൊപ്പം തന്നെ UGC നോമിനി ഇല്ല എന്നുള്ളതിൻ്റെ പേരിലും പുറത്താക്കി. സംസ്കൃത സർവകലാശാലയിൽ സമാന രീതിയിൽ സെർച്ച് കമ്മിറ്റിയുടെ തീരുമാനത്തിനെ ചോദ്യം ചെയ്തുകൊണ്ട് MV നാരായണൻ്റെ നിയമനം റദ്ദാക്കി.
UGC നിയമനം ഇല്ല എന്നുള്ളതിൻ്റെ പേരിൽ ഫിഷറീസ് സർവകലാശാലയിലെ ജോണിൻ്റെ നിയമനം റദ്ദാക്കി. അപ്പോൾ ഇതെല്ലാം റദ്ദാക്കിയതിന് ശേഷം റിട്ടയർഡ് ജസ്റ്റിസ് സുധാംശു ധൂലിയ ചെയർമാനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കുന്നു. ആ കമ്മിറ്റിയിൽ 2 പ്രതിനിധികളെ ഗവൺമെൻറ് കൊടുക്കുന്നു, 2 പ്രതിനിധികളെ ഗവർണർ കൊടുക്കുന്നു. അവർ കൊടുക്കുന്ന പേരിൽ നിന്നും ഒരാളിനെ മുഖ്യമന്ത്രി ശുപാർശ ചെയ്ത് ഗവർണർ നിയമിക്കണം. മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഡിജിറ്റൽ സർവകലാശാല പ്രോ ചാൻസലറാണ്. പ്രോ ചാൻസലറായിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ശുപാർശ ചെയ്തു എന്നുള്ളതിൻ്റെ പേരിലാണ് ഗോപിനാഥ് രവീന്ദ്രൻ്റെ നിയമനം സുപ്രീം കോടതി റദ്ദാക്കിയത്. അപ്പോൾ അതേപോലെ മറ്റൊരു പ്രോ ചാൻസലർ മുഖ്യമന്ത്രിക്ക് ശുപാർശ ചെയ്യാൻ എന്ത് അധികാരമാണുള്ളത്? UGC മെമ്പറില്ലാത്ത ഒരു കമ്മിറ്റി സെറ്റ് കമ്മിറ്റിയായിട്ട് രൂപീകരിച്ചാൽ നാളെ UGC റെഗുലേഷൻ എന്താണ് വിലയുള്ളത്? ഇത് വളരെ അപകടകരമായ നിലയാണ്. അതിന് നമ്മുടെ ഇവിടെയുള്ള ഇടതുപക്ഷ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ അവസ്ഥ. ആരെ ഈസിയായിട്ട് നിയമിക്കണം എന്നുള്ളതല്ല, നിയമപ്രകാരം നിയമിക്കണം. ഗവർണറാണ് നിയമിക്കേണ്ടത്. സെർച്ച് കമ്മിറ്റി UGC പ്രതിനിധി ഉണ്ടാകണം. അതിന് ഘടകവിരുദ്ധമായ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ നിശ്ചയമായും ഗവർണർ ഈ വക സുപ്രീം കോടതി തെറ്റിക്കാട്ടിയാൽ പോലും അത് പ്രസിഡൻറ്റിൻ്റെ ശ്രദ്ധയെ കൊണ്ടുവരുവാൻ ഗവർണർ ബാധ്യസ്ഥനാണ്. കാരണം രാജ്യത്തെ ലോ ഓഫ് ദ ലാൻഡാണ്. ഇന്നെടുക്കുന്ന തീരുമാനം നാളെ രാജ്യത്തിൻ്റെ നിയമമായിട്ട് മാറുകയാണ്. ഇപ്പോൾ ഇവിടെ വന്നേക്കുന്ന പ്രശ്നം എന്താ? തർക്ക വിഷയമൊന്നുമില്ല, ഡിജിറ്റൽ സർവകലാശാലയാണ് വിഷയം. ഡിജിറ്റൽ സർവകലാശാല എന്ന് പറയുന്നത് 2020 അന്ന് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ശിവശങ്കറിൻ്റെ തലയിൽ ഉദിച്ചൊരു ആശയമാണ്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഡിജിറ്റൽ സർവകലാശാലയില്ല. എന്താണ് ഡിജിറ്റൽ സർവകലാശാലയിൽ നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വിവരാവശ്യമനുസരിച്ച് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അതിനൊന്നും തന്നെ ഡിജിറ്റൽ സർവകലാശാല മറുപടി നൽകിയിട്ടില്ല. ആ ഡിജിറ്റൽ സർവകലാശാലയിൽ സജീവ് ഗോപിനാഥ് എന്ന് പറയുന്ന ഒരു ഇടതുപക്ഷ സഹായയാത്രികനായ പ്രൊഫസറെ VC ആയി നിയമിച്ചുകൊണ്ടാണ് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിഞ്ഞപ്പോൾ ഡോക്ടർ സിസ തോമസിനെ അവിടെ വൈസ് ചാൻസലറായിട്ട് നിയമിച്ചു. വൈസ് ചാൻസലറായി നിയമിച്ചു കഴിഞ്ഞപ്പോഴേക്കുമാണ് അറിയുന്നത് ഈ കഴിഞ്ഞ സജീവ് ഗോപിനാഥ് വന്ന നാൾ മുതൽ 1000 കോടി രൂപയിൽ കൂടുതൽ ചില പ്രോജക്റ്റുകളായിട്ട് ചെലവാക്കിയതിൻ്റെ ഓഡിറ്റ് നടത്തിയിട്ടില്ല. ഓഡിറ്റ് നടത്തേണ്ടത് CAG ആണ്. CAGയിൽ ഓഡിറ്റ് നടത്തിയിട്ടില്ല എന്നും ഗുരുതരമായ ക്രമക്കേടുകളുണ്ടെന്നും പണം മുഴുവനും മിസ്യൂസ് ചെയ്യപ്പെടുന്നുവെന്നും അവർ പ്രഥമദൃഷ്ട്യാ കണ്ടെത്തി. അവിടെ വരുന്ന അത് ഒരു പിന്നീടാണ് മനസ്സിലാവുന്നത് ഡിജിറ്റൽ സർവകലാശാല എന്ന് പറയുന്നത് ഊരാളുങ്കൽ മോഡലിലുള്ള ഒരു ഏജൻസിയാണ്. നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്ന് ഏറ്റവും കൂടുതൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളാണ്. രാജ്യത്ത് കൊടുക്കേണ്ട പാവപ്പെട്ടവന് കൊടുക്കേണ്ട ക്ഷേമ പെൻഷനുകളോ അല്ലെങ്കിൽ ആശുപത്രിക്ക് ചികിത്സയ്ക്ക് വേണ്ട മരുന്നുകളോ ഡോക്ടർമാരോ അല്ലെങ്കിൽ കോൺട്രാക്ടേഴ്സിനുള്ള പണമോ സർക്കാർ ജീവനക്കാരൻ്റെ കോടിക്കണക്കിന് രൂപയുടെ DA ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളോ കർഷകന് കൊടുക്കേണ്ട പണങ്ങളോ കൊടുക്കാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മാത്രം കേന്ദ്രീകരിക്കുന്ന ഒരു സർക്കാരാണിത്. ഈ സർക്കാർ നിർമ്മാണ പ്രവർത്തനങ്ങളിലൂടെ ഈ പണം മുഴുവൻ ഊരാളുങ്കലെന്ന് പറയുന്ന CPMൻ്റെ നിയന്ത്രണത്തിലുള്ള സൊസൈറ്റിക്ക് കൈമാറുന്നു. സൊസൈറ്റി കൈമാറി കഴിയുമ്പോഴേക്കും അവിടെ നിന്നും ഈ ചിലവാക്കുന്നതിന് 50% ഇവരുടെ പാർട്ടി ഓഫീസിലേക്ക് കിട്ടുകയാണ്. ഇന്ന് ഇന്ത്യ വർഷങ്ങളായി ഭരിച്ച കോൺഗ്രസിനെയോ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJPക്ക് ഉള്ളതിനേക്കാളും ഏറ്റവും കൂടുതൽ സ്വത്തുള്ള ഒരു പാർട്ടിയായി 1 or 2 സംസ്ഥാനങ്ങൾ ഭരിച്ച CPM മാറിയിരിക്കുകയാണ്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഇവിടെ വന്ന ഒരു AKG സെൻറ്റർ പുതുതായിട്ട് തുടങ്ങി. 100 കോടി രൂപയിൽ 200 കോടി രൂപ ഇല്ലാതെ ആ കെട്ടിടത്തിൻ്റെ പണി തീരില്ല. മുമ്പ് AKG സെൻറ്റർ സ്ഥാപിച്ചപ്പോൾ നാട്ടിൽ മുഴുവനും പിരിച്ച് വിദേശത്ത് പിരിച്ച് NGOമാരിൽ നിന്നും തൊഴിലാളിയിൽ നിന്ന് പിരിച്ചാണ് ആ സ്ഥാപനം ഉണ്ടാക്കിയെങ്കിൽ ആരിൽ നിന്നും പണം പിരിക്കാതെ എങ്ങനെ ഇത്രയും വലിയൊരു സൗധം നമ്മുടെ തിരുവനന്തപുരത്ത് പണിതു? അപ്പോൾ പൊതു പണം കൊള്ളയടിക്കാനുള്ള ഒരു ഉപകരണമായി ഊരാളുങ്കൽ മാറിയതുപോലെ ഡിജിറ്റൽ രംഗത്ത്, കമ്പ്യൂട്ടർ രംഗത്ത്, സോഫ്റ്റ്വെയർ രംഗത്ത് കോടികൾ ഡിജിറ്റൽ സർവകലാശാലയിലൂടെയാണ് പുറത്തു പോകുന്നത്. അതിന് വേണ്ട പണം കിഫ്ബിയിൽ നിന്ന് വരുന്നു. ഡോക്ടർ KM എബ്രഹാം എന്ന് പറയുന്ന സെക്രട്ടറി ആ പണം കൊടുക്കുന്നു. ആ പണം അവിടെയുള്ള അധ്യാപകരുടെ പ്രോജക്റ്റിനായിട്ട് കൊടുക്കുന്നു. അവിടെയുള്ള അധ്യാപകർക്ക് 4-5 കമ്പനികളാണ്. തീർച്ചയായിട്ടും കമ്പനികൾ തുടങ്ങാനുള്ള അവകാശം ആക്ട് അനുസരിച്ച് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം വളരെ ബുദ്ധിപൂർവ്വം ചെയ്തതാണ്. അവിടെയുള്ള അധ്യാപകന്മാർ, പ്രൊഫസർമാർ കമ്പനി രജിസ്റ്റർ ചെയ്യുന്നു. ഓരോരുത്തർക്കും 4-5 കമ്പനിയുണ്ട്. ഈ സജീവ് ഗോവിന്ദന് കോടിക്കണക്കിന് രൂപയുടെ കമ്പനിയുണ്ട്. അപ്പോൾ ഈ കമ്പനിയിലേക്ക് ഗവൺമെൻറ് പണം കൊടുക്കുന്നു. ഈ പണം സോഫ്റ്റ്വെയറിൻ്റെ പേരിൽ
10 കോടി രൂപയ്ക്ക് ചെയ്യേണ്ട വർക്ക് 100 കോടി രൂപയ്ക്കായി പിടിച്ചതിന് ശേഷം ഈ പണം പോവുകയാണ്. ഇത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം മുഖ്യമന്ത്രിയുമായിട്ട് അടുത്ത കേന്ദ്രങ്ങൾക്ക് പോലും ഈ കമ്പ്യൂട്ടർ രംഗത്തേക്ക് പണം പോകുന്നുണ്ടെന്നുള്ളതാണ് സത്യം. അപ്പോൾ ആ യൂണിവേഴ്സിറ്റിയിൽ സജി ഗോപിനാഥിനെ വീണ്ടും നിയമിക്കണമെന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ആവശ്യം. വളരെ സിമ്പിളാണ്. അതിന് ഗവർണറെതിരായിട്ട് നിൽക്കുന്നു. ഗവർണർ CAG ഓഡിറ്റ് വെച്ചു. ഈ CAG ഓഡിറ്റ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ പ്രാഥമികമായ അതിനകത്ത് ഏറ്റവും വലിയ ക്രമക്കേടുകൾ കണ്ടെത്തിയിരിക്കുമ്പോൾ ആ സജി ഗോപിനാഥിനെ നിയമിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഗവർണറിനെതിരായിട്ട് നിന്ന് ഗവർണർ എങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റും? സിസ്റ്റ തോമസിനെ കുറിച്ച് മുഖ്യമന്ത്രി പറയുന്നത് യൂണിവേഴ്സിറ്റി ഭരണം കാര്യക്ഷമമായി നടത്താൻ കഴിയുന്നില്ല, അവരെ യൂണിവേഴ്സിറ്റിയുടെ കുറിച്ച് മോശമായ റിപ്പോർട്ട് മീഡിയക്ക് കൊടുക്കുന്നു, ഗവർണർക്ക് യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് പരാതി കൊടുക്കുന്നു എന്നുള്ളതാണ് അവർക്കെതിരായിട്ടുള്ള ആക്ഷേപം. കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം അനാവശ്യമായി പിരിച്ചുവിട്ടു എന്നുള്ളതാണ് ആക്ഷേപം. കോടതി ശരിവെച്ചതാണ് അവരുടെ തീരുമാനങ്ങൾ. അപ്പോൾ ആ സിസ തോമസിനെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള IT പാർക്കുകളിൽ, ടെക്നോ പാർക്കിൽ, ഇൻഫോ പാർക്കിൽ, IT മിഷനിൽ, K-ഫോൺ തുടങ്ങിയിടത്തുള്ള തലപ്പത്തുള്ള ഉദ്യോഗസ്ഥന്മാരുടെ നിയമനത്തിന് മുഴുവനും വിദഗ്ധ അംഗമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ നിയോഗിക്കുന്നത് സിസ തോമസിനെയാണ്. ആ സിസ തോമസിന് വൈസ് ചാൻസലർ യോഗ്യതയില്ലെന്ന് എങ്ങനെ പറയാൻ കഴിയും? അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള ആവശ്യം സജി ഗോപിനാഥിനെ എന്ത് വില കൊടുത്തും ഈ ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലറായി നിയമിക്കണം. അതിന് ഗവർണർ എതിരായിട്ട് നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗവർണർ നിലപാട് സ്വാഗതം ചെയ്യണം.